ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതമായ അഭിനേത്രിയാണ് മീര നായർ. സത്യനന്ദിക്കാട് മലയാളി സമ്മാനിച്ച മറ്റൊരു പ്രതിഭ. അഭിനയം മാത്രമല്ല, നൃത്തവും സാഹിത്യവും ക്രിയാത്മക ലോകത്തിന് മാറ്റുകൂട്ടുന്നു. ഞാൻ പ്രകാശൻ, പുലിയാട്ടം, രാജസേനൻ ചിത്രമായ ഞാനും പിന്നൊരു ഞാനും അങ്ങനെ നിരവധി ചിത്രങ്ങളിൽ മീര നായർ അഭിനയിച്ചിട്ടുണ്ട്. ചലച്ചിത്ര നടനായ ജയൻ ചേർത്തല സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൽ ഉർവശിക്കൊപ്പം ഒരു സുപ്രധാന വേഷം മീര നായർ കൈകാര്യം ചെയ്യുന്നുമുണ്ട്. സിനിമ അഭിനയം ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന കാര്യമായിരുന്നില്ല. MBA ബിരുദത്തിന് ശേഷം ചില കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു. 30 വയസ്സിന് ശേഷമാണ് സാഹിത്യ ലോകത്തേക്ക് കടന്നു വരുന്നത്. നൃത്തത്തിലും സാഹിത്യത്തിലും ചെറുപ്പകാലം മുതൽ തന്നെ അഭിനിവേശം ഉണ്ടായിരുന്നു. തരം കലാ അഭിരുചികളാണ് സിനിമയിലേക്കുള്ള വഴി എളുപ്പമാക്കിയത്. സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകളായിട്ട് സാഹിത്യ സൃഷ്ടികൾ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയപ്പോൾ പുസ്തക രൂപത്തിൽ സൃഷ്ടിക്കാൻ തീരുമാനമെടുത്തു. ആദ്യ പുസ്തകത്തിന് തന്നെ ന്യൂസ് ഇന്ത്യ യങ് റൈറ്റർ പുരസ്കാരം തേടിയെത്തിയിരുന്നു. മീര നായർ രചിച്ച പോയട്രി വെൻഡിംഗ് മെഷീൻ എന്ന പുസ്തകം വളരെയധികം ശ്രദ്ധേയമാണ്. ഹാസ്യാത്മകമായ രീതിയിലുള്ള കവിതകളാണ് പോയട്രി വെൻഡിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മീര നായരുടെ രണ്ടാമത്തെ പുസ്തകം കൂടിയാണിത്. കവിതയുടെ ആശയങ്ങൾ ഒരിക്കലും ഏകീകൃത സ്വഭാവമുള്ളതല്ല. എല്ലാ വൈകാരികതയും ആശയങ്ങളും കവിതയ്ക്ക് മുതൽക്കൂട്ടാകാറുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിലാണ് മീര നായരുടെ സൃഷ്ടികളെല്ലാം. സാഹിത്യ ലോകവും സിനിമാ ലോകവും 2 തലങ്ങളിലുള്ള മേഖലയാണ്. ആ 2 തലങ്ങളിലുള്ള മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല ബുദ്ധി വേണം. സാഹിത്യത്തിന് നല്ല ഭൗതിക തലവും സിനിമയ്ക്ക് കുറഞ്ഞ ഭൗതിക തലവും മതി എന്നുള്ളത് മിഥ്യാധാരണയാണ്. ആയതിനാൽ സിനിമയിൽ അഭിനയിക്കുന്നതിന് സൗന്ദര്യം മാത്രം ഒരു ഘടകമല്ല. സംവിധായകൻ രാജസേനൻ സ്ത്രീ വേഷത്തിൽ അഭിനയിച്ച ഞാനും എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരുന്നു. സ്ത്രീ വേഷത്തിലെ രാജസേനൊപ്പം അഭിനയിക്കുന്ന പല രംഗങ്ങളും സോഷ്യൽ മീഡിയയിൽ പരിഹാസ കഥാപാത്രങ്ങളായിട്ടുണ്ട്. സിനിമ പൂർണ്ണമായും കാണാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്.